എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാം, അതല്ല പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ്. കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഫ്രീ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് ചോദിക്കാനും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിപ്ലൈ കിട്ടാനുള്ള അവസരം കമ്മ്യൂണിറ്റിയിലുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. അപ്പോൾ പേഴ്സണലായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷനും പോസിബിൾ ആവും. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക്ക് ശ്രദ്ധ ആൻഡ് സബൂരിയെ കുറിച്ചിട്ടാണ്. വിശ്വാസവും ക്ഷമ എന്നുള്ളൊരു കാര്യം. നമുക്ക് സ്പിരിച്വൽ ജേർണിയിലാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് സറണ്ടറിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വിശ്വാസം, ക്ഷമ. എൻ്റെ പരമഗുരു, ആ ഗുരുവിൻ്റെ ടീച്ചിങ്സാണ് ശ്രദ്ധ ആൻഡ് സബൂരി. അപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം. സബൂരി എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, ക്ഷമ. അപ്പോൾ എല്ലാ യോഗിമാരും, എല്ലാ സെയിൻസും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പല 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 ട്രഡീഷനിലുള്ള പല പല മതങ്ങളിലുള്ള, അപ്പോൾ അതിപ്പോൾ ഹിന്ദു മതമാകട്ടെ, സൂഫിയുമാകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, എന്തായാലും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വിശ്വാസം വളരെ പ്രധാനമാണ്. എന്താണ് വിശ്വാസം? നമ്മൾ ആ കാരുണ്യവാനായിട്ടുള്ള കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സുപ്രീം മൈൻഡിനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു വിശ്വാസം വേണം. നമ്മളുടെ ഈ പ്രോസസ്സിനോടുള്ളൊരു വിശ്വാസം വേണം. നമ്മളുടെ ആ ഒരു പ്രാർത്ഥനയോടുള്ള വിശ്വാസം വേണം. നമ്മളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ ആ ഒരു എനർജിയോടുള്ളൊരു വിശ്വാസം ആവശ്യമാണ്. എന്താണ് നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് വിശ്വാസം? നമ്മളെല്ലാ മതങ്ങളിലും എന്താണ് പഠിക്കുന്നത്? സൂപ്പർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഡിവൈൻ is all compassionate, കാരുണ്യവാനാണ്. അപ്പോൾ നമ്മൾ സ്പിരിച്വലി ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവൈൻ ഇസ് ഓൾ നോയിങ്, എല്ലാം അറിയുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതോ ചീത്തയായിട്ടുള്ള കാര്യം, വിഷമം ഉണ്ടാക്കുന്ന കാര്യം, അപ്പോൾ എന്താണ്? അതും ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഡിവൈൻ. അതും ആ ഡിവൈനിൻ്റെ പെർമിഷൻ, അനുവാദത്തോടു കൂടി വരുന്നതാണ്. അതിനകത്ത് കാർമിക് ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സഫറിങ് ഉണ്ടാകുന്നത്. കാർമിക് ഇൻഫ്ലുവൻസസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ വരുന്നുണ്ട്. എന്താണ് കർമ്മ, എന്താണ് കാർമിക് ഇൻഫ്ലുവൻസസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ, അപ്പോൾ ദൈവത്തിൻ്റെ പരമകാരുണ്യവാനായിട്ടുള്ള ആ ഡിവൈനിൻ്റെ പെർമിഷനോട് കൂടി നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നെങ്കിലും അത് ആത്യന്തികമായി നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാകും എന്നുള്ളതാണ് വിശ്വാസം. അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയോടുള്ള വിശ്വാസത്തിൻ്റെ ഡെപ്താണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു വിശ്വാസമല്ല. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നോ അതെല്ലാം ആ ഡിവൈൻ അറിയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അറിവോടുകൂടി നമ്മളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നോ അത് ആത്യന്തികമായി നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇമ്മീഡിയറ്റ് ഗുഡ് ആവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഇപ്പോഴത്തെ നന്മ മാത്രം ആയിരിക്കണമെന്നില്ല. കാരണം നമുക്ക് ഈ ജീവിതത്തിൻ്റെ ബിഗർ പിക്ചർ അറിയുന്നവരല്ല. നമുക്കിപ്പോൾ കാണുന്നത് മാത്രമാണ് അറിയുന്നത്. ഒരു ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പ്, പല 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 കാര്യങ്ങളുണ്ട് അല്ലേ? നമുക്കറിയില്ല നമുക്ക് ഭാവിയിൽ അതെങ്ങനെയാവും, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഭാവിയെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ലൈഫിനെ, ഇപ്പോൾ നമുക്ക് ദൈവം എന്നുള്ളൊരു വാക്ക് വിളിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ട്രസ്റ്റ് ലൈഫിനെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. ലൈഫിനെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുമ്പോൾ പരമാവധി നമ്മളുടെ ആക്ഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊന്നും ചെയ്യാതെ ഒരു കാര്യത്തിനെ ആഗ്രഹിക്കുന്നു ലോ ഓഫ് അട്രാക്ഷനിൽ.
ഒരു കഥയുണ്ട്, ഒരു തമാശയ്ക്ക് പറയുന്ന ഒരു കഥ. ഞാൻ ഇന്നലെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിയിൽ ക്ലാസ്സിൽ. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ശിവന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ വേണം 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 എന്ന് പ്രാർത്ഥിക്കുക, തപസ് അനുഷ്ഠിക്കുകയാണ്. തമാശ കഥയാണ്. അപ്പോൾ കുറേ നാളായി ശിവൻ റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പോൾ പാർവതി ദേവി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും കഠിനമായിട്ട് ഘോരമായിട്ട് തപസ് ചെയ്യുന്ന ആ വ്യക്തിയുടെ എന്താ പറയുക പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ എത്ര ക്രൂരനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാർവതി ശിവൻ പറയാണ്, എനിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ പുള്ളി ആ തപസ്സിൽ എണ്ണീറ്റ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലല്ലേ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു വേറൊരു കഥയുണ്ട്. ഒരാൾ ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ ലോട്ടറി എടുത്താൽ തന്നെ അടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് പൊട്ടിയൊന്നും ഒന്നും വീഴില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻറ്റ്. പ്രവൃത്തിയെ ഊർജിതമാക്കാനായി വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസം ഒരിക്കലും, എല്ലാ വിശ്വാസവും അന്ധമാണ്, പക്ഷെ വിശ്വാസം ഒരിക്കലും നമ്മളെ അന്ധതയിലേക്ക് നയിക്കുന്നതാവരുത്. മനസ്സിലായല്ലോ? അന്ധതയിലേക്ക് നയിക്കുന്ന വിശ്വാസമല്ല, പൂർണ്ണതയിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പോസിറ്റീവായിട്ടുള്ള വിശ്വാസം. അതെന്താണ് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന വിശ്വാസം? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ആ ദൈവത്തിൻ്റെ ഇച്ഛയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പരമകാരുണ്യവാന്റെ ആ ഒരു ഇച്ഛ നടത്തുകയാണ്, അല്ലെങ്കിൽ ഓരോ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആ ഒരു ഇച്ഛയാണ് സംഭവിക്കുന്നത്. അത് ആത്യന്തികമായി നമ്മളുടെ ഗോളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ ഗോള് അച്ചീവ്, ഇപ്പോൾ വീട് വെക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ, ഇതെല്ലാം ഒരു പ്ലാനാണ്. ഇപ്പോൾ ബൈബിളിലൊരു വാക്കുണ്ട്, ദൈവത്തിന് നിനക്കായ ഒരു പദ്ധതിയുണ്ട്, അത് ഒരിക്കലും നിന്റെ നാശത്തിന് വേണ്ടിയല്ല. ഇതെല്ലാം ഗ്രന്ഥങ്ങളിലുണ്ട്, മനസ്സിലായി? അപ്പോൾ ഈ ഒരു പദ്ധതി, അതിനെ ട്രസ്റ്റ് ചെയ്യുക. എപ്പോഴാണ് പദ്ധതി ഉണ്ടെന്ന് അറിയാൻ പറ്റുക? കണക്ട് ചെയ്യുമ്പോഴാണ്, ആ ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. നമുക്കിപ്പോൾ ഒരു വീട് വെക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ്, ഒരുപാട് ഹേർഡിൽസ് വന്നെന്ന് വിചാരിക്കും, ഒരുപാട് തടസ്സങ്ങൾ വരികയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം നമ്മൾ പ്രവൃത്തിയിലൂടെ മറികടക്കാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ ഇരുന്ന് കരയാതെ പ്രവൃത്തിയിലൂടെ നമുക്ക് എങ്ങനെ ആ ഒരു ദൈവത്തിൻ്റെ ശക്തി നമുക്കുണ്ടാവും. ആ ഒരു പ്രപഞ്ചനാഥൻ്റെ ശക്തി, പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ച നാഥൻ്റെ ശക്തി നമുക്കുണ്ടാവും. അത് അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി പ്രവർത്തിക്കുമ്പോൾ ഒരു പോയിന്റിൽ ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതിനും 10 ഇരട്ടിയായിരിക്കും നമുക്ക് ആ ഒരു ലക്ഷ്യമുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എന്താണോ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത്, അത് വിശ്വാസമുണ്ടെങ്കിൽ, എന്താണ് വിശ്വാസം എന്നൊക്കെ മനസ്സിലായില്ല, നടത്തിത്തരും എന്നുള്ള മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ അത് ദൈവത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ്. ആ പെർമിഷനോട് കൂടി എന്ത് സംഭവിക്കുന്നതെങ്കിലും അത് ആത്യന്തികമായി നമ്മുടെ ഗോളിലേക്ക്, അല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ്. മനസ്സിലായി? നമ്മൾ തന്നെ വിചാരിക്കത്തില്ല ലൈഫിൽ, അതന്ന് നടക്കാതിരുന്നത് നന്നായി, ആ ഒരു കല്യാണം കഴിക്കാതിരുന്നത് നന്നായി, ആ ഒരു ബിസിനസ് പാർട്ട്ണറുമായിട്ട് ബിസിനസ് ഏർപ്പെടാതിരുന്നത് നന്നായി. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസസും ലൈഫിലുണ്ടാവും. അതിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ബോധ്യം ഉറച്ചു കിട്ടുവാണെങ്കിൽ, എങ്ങനെയാണ് ഈ ബോധ്യം ഉറച്ചു കിട്ടുന്നത്? ധ്യാനം, മെഡിറ്റേഷനിലൂടെയാണ് ഉറച്ചു കിട്ടുന്നത്. സത്കർമ്മങ്ങൾ ചെയ്യുക. ഒരാൾ മെഡിറ്റേഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരാൾ ഒരു ഭക്ഷണം ചോദിച്ചാൽ പോലും കൊടുക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മെഡിറ്റേഷനിലേക്ക് പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്പിരിച്വലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സത്കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ ഈശ്വരൻ്റെ ഗ്രേസ് ഉണ്ടാവുക. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു വ്യക്തിക്ക് വസ്ത്രം കൊടുക്കുക, അതിൽ കൂടുതലൊന്നും വലിയ സാധനമൊന്നും ഒരിടത്തില്ല. നീം കരോലി ബാബ, കൃഷ്ണദാസ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗറാണ്. നീം കരോലി ബാബ അറിയാം. മാർക്ക് സക്കർബർഗിനെയും എന്താ പറയുക, സ്റ്റീവ് ജോബ്സിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരൊക്കെ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. മാർക്ക് സക്കർബർഗ് അല്ല, സ്റ്റീവ് ജോബ്സ്. മാർക്ക് സക്കർബർഗ് പുള്ളിയുടെ ആശ്രമത്തിൽ കുറേ കാലം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നീം കരോലി ബാബയുടെ കൃഷ്ണദാസ് ചോദിക്കുകയാണ്, ശിഷ്യൻ, ഡിവോട്ടി, ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ശിഷ്യൻ പോലെ പറയാം, എങ്ങനെയാണ് എനിക്ക് കുണ്ടലിനി ഉണർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഫീഡ് പീപ്പിൾ എന്നാണ് ഉത്തരം പറഞ്ഞത്. അന്യർക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം നൽകൂ, നിനക്ക് കുണ്ടലിനി അല്ല എല്ലാം ഉണർന്നോളൂ. മനസ്സിലായി? അതായത്
ആത്മീയ ഉണർവെല്ലാം വന്നോണം തന്നെ. നീ ആദ്യം ആ ജനങ്ങളെ സേവിക്കാൻ പഠിക്കും. അല്ലാതെ സ്വന്തം അമ്മയെ നോക്കാതെ വേറെ ഏതെങ്കിലും അമ്മയുടെ കാലും കഴുകി പൂജിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം എന്താ പറയാ, നമ്മുടെ കൂടെയുള്ളവരെ, നമ്മളെ സഹായിച്ചവരെ, നമ്മുടെ ഗുരുക്കന്മാരെ ഒന്നും സ്നേഹിക്കാതെ മറ്റു പല ഗുരുക്കന്മാരെടുത്തും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അല്ലേ? നമ്മുടെ സ്വന്തം കുടുംബക്ഷേത്രങ്ങൾ നോക്കാതെ മറ്റു പല അമ്പലങ്ങളും പോയി നോക്കിയിട്ട് കാര്യമുണ്ട്. അതേപോലെയാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വ്യക്തികളെ സഹായിക്കാതെ നമ്മളും പോയി മറ്റു ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ദൈവത്തിൻ്റെ നിശ്ചയം, ആ വിശ്വാസത്തോടു കൂടി, ദൈവത്തിൻ്റെ പെർമിഷനോടു കൂടിയാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി, ഇപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, ആത്യന്തികമായി നമ്മൾ അതിലേക്ക് എത്തും. ഉണ്ടാവില്ല. നമ്മുടെ കാർമിക് ബ്ലോക്സ് ആണ് തടസ്സം. കർമ്മ ഒന്നും നമുക്കൊരിക്കലും ഒരാൾക്കും നമ്മുടെ കർമ്മ റിമൂവ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. ചുരുങ്ങുക ചെയ്യുക. അതായത് കണ്ണി തട്ടേണ്ടത് പിരുവത്തി തട്ടിപ്പോവും. ചുരുങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ആ ചുരുങ്ങിയ കർമ്മമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് അനുഭവിക്കണം. അത് അനുഭവിച്ചാൽ മതിയോ ആരായാലും. അതാണ് വിശ്വാസം, ക്ഷമ. ഈ വിശ്വാസം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്ലവർ ചെയ്യുന്നൊരു കാര്യമാണ് ക്ഷമ. പൂവ് വിടരുമ്പോൾ തനിയെ വരുന്നതാണ് സുഗന്ധം എന്ന് പറയുന്നത് പോലെ ക്ഷമ ഇല്ലാത്തവന് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുകയാണ്, നാളെ തന്നെ വേണമെന്ന് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ എന്തിലേക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത്? ലാക്കിലേക്കാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ച നെഗറ്റിവിറ്റിയുടെ ഈ കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു വിത്താണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും നമ്മൾ എന്ത് സ്പിരിച്വൽ സാധനയാണെങ്കിലും നമ്മൾ വിത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വിത്ത് പെട്ടെന്ന് മുളച്ച് വരുമോ? ഇല്ലല്ലോ. വിത്ത് വെള്ളം നനഞ്ഞ് ആ ഒരു സൺലൈറ്റ് കൊണ്ട് തനിയെ എന്താ പറയുക വരുന്നതാണ്, അല്ലേ? അതേപോലെയാണ് എല്ലാം. പൂവ് വിടരുമ്പോൾ സുഗന്ധം തനിയെ വരുന്നത് പോലെ വിശ്വാസം ഉള്ളിൽ നിന്ന് വരുമ്പോൾ പേഷ്യൻസ് തനിയെ വരും. ഇന്ന് രണ്ടും ഇല്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ ചെയ്തിട്ട് നാളെ എന്തെങ്കിലും സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാതിരിക്കാം. കൂടുതലും സാധ്യത സംഭവിക്കാതിരിക്കാനായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ബ്ലോക്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, വിശ്വാസവും ക്ഷമയും, അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മളുടെ ലക്ഷ്യം എന്താണെന്നുള്ള നമ്മളുടെ ഒരു ബോധ്യം. നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളൊരു ബോധ്യം. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ അട്രാക്ട് ചെയ്യാന്നുള്ളതല്ല. എന്താണ് എനിക്ക് വേണ്ടത്? പണം വേണം ആഗ്രഹിക്കും. പക്ഷെ എന്താണ് നമുക്ക് പണം കൊണ്ട് വേണ്ടത്? അതാണ് ഇമ്പോർട്ടൻറ്റ്. ആത്യന്തികമായിട്ട് എല്ലാവർക്കും വേണ്ടത്, ഇപ്പോൾ പരസ്യത്തിൽ പറയുന്ന പോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും സുഖം, സന്തോഷം ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുക, നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ, മറ്റുള്ളവരെ സേവിക്കുക, നന്ദിയുള്ളവരാവുക. ഈ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ല എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് നടക്കുന്നത് ഒരു സ്പിരിച്വൽ എവല്യൂഷൻ, ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായി മാറുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആരും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളല്ല. എല്ലാവരും ഇതിലൂടെ കടന്നു വന്ന് തെറ്റ് ചെയ്ത് ഒക്കെയാണ് പഠിക്കുന്നത്. ആരായാലും, ഞാനായാലും നിങ്ങളാണെങ്കിലൊക്കെ. അപ്പോൾ ഞാനും പല കാര്യങ്ങളും പഠിച്ചത് എൻ്റെ ജേണിയിലൂടെയാണ്. അവിടെ തെറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ ഞാൻ എന്താ പറയുക ശരി മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് ജനിച്ച ഒരാളെന്നല്ല. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇതൊന്നും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. ഇനി ഫോളോ ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്യാം, നല്ല സംസാരിക്കുക, നല്ല പ്രവൃത്തി ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ ശ്രമിക്കുക. അതോടുകൂടിയാണ് നമുക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുക. ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മാവിൽ പോയി മാങ്ങ പറിക്കുന്നതാണോ ഇഷ്ടം, അതോ മാവ് തന്നെ നമ്മുടെ കൂടെ ഉള്ളതാണോ നല്ലത്? നമുക്കൊരു മാവ് സ്വന്തമായിട്ടുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാങ്ങ കഴിക്കാം. അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റി. ആ നിറകുടത്തിനെ തന്നെ ആത്മീയമായിട്ടുള്ള
ദൈവികമായിട്ടുള്ള ആ ഒരു സമ്പത്ത്, അതിനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം തനിയെ വരും. ഓക്കെ, അപ്പോൾ അതാണ് നാരോ മൈൻഡഡ് സ്പിരിച്വാലിറ്റിയും ലോ ഓഫ് സറണ്ടറും തമ്മിലുള്ള വ്യത്യാസം. യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഡിവൈനും തമ്മിലുള്ള വ്യത്യാസം. യൂണിവേഴ്സ് ഇസ് സ്റ്റാർട്ടിങ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അഡ്വാൻസ്. ഓക്കെ, എല്ലാം നല്ലതാണ്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഓൾവേസ് നമ്മൾ ആ ഒരു ഉയർച്ചയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് കേട്ടിരുന്നതിന് നന്ദി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.